ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ ആണ് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. സോ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് പൂക്കോട്ട് തടക്കത്തിലുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഇവിടം വരെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷെയ്ൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാഫ് തുടങ്ങിയ പകുതി വരെ എങ്ങനെ ഉണ്ടായിരുന്നു? സായിസിന് എങ്ങനെ ഉണ്ടായിരുന്നു? സായിസട്ടോ നമ്മള് എന്താ പറയാ, ഡ്രൈവർ അല്ല, ഓളിൻ്റെ ഓൾ. നമ്മളെ ഓരോ കാര്യങ്ങളും ഈ ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്തത് സായിസട്ടോ. ഇത് നമ്മളെ അമീർ. അനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പോളി വൈബ് അല്ലേ? ഇനി തുടങ്ങാം. നമുക്ക് ബാക്കി കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നടന്നിട്ട് നമ്മൾ വണ്ടി കയറാൻ വേണ്ടി പോട്ടെ. അപ്പോൾ ഈ സ്ഥലത്തിനോട് നമ്മൾ തൽക്കാലത്തേക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ റമീസിന്റെ ആഗ്രഹങ്ങളാണ് നമ്മളിപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ നമ്മള് ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗ്ലാസ് ഒക്കെ ധരിക്കണം. അപ്പൊ ആൾക്കാർക്ക് 4 ആൾക്കാർ നോക്കട്ടെ നമ്മളെ. അതിന് വേണ്ടി നമ്മൾ ഗ്ലാസ് ഒക്കെ ധരിച്ചിരിക്കുന്നത് കണ്ടില്ല. അപ്പൊ സൈസും ധരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായാലും നല്ല വിശേഷങ്ങൾ കാണുമ്പോൾ വീണ്ടും വീഡിയോ എടുത്ത് കാണിച്ചു തരട്ടെ. തൽക്കാലത്തേക്ക് ബൈ. സൈസ് പാടുന്നുണ്ട് കേട്ടോ, നല്ലൊരു പാട്ട് പാടുന്നുണ്ട്. അടിപൊളി പാട്ടാണ് പാടിയ കേട്ടാ. ഇനി നമ്മള് വേറൊരു പാട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ അവർക്ക് ആ പാട്ടിന്റെ മൂഡ് എത്തിക്കണ്ട. കളിച്ച അത് ഇവര് ശ്രദ്ധിച്ചില്ല. തേയിലന്റെ നടുവ് നിന്ന് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചിട്ടാ. ഇറങ്ങല്ലേ, ഇറങ്ങിയല്ലേ സ്ലോ മോഷൻ ഇറങ്ങും. തേയില ഇത് കാണുമ്പോൾ എൻ്റെ വീട്ടുകാർ ചെറുക്കുണ്ടാവും കേട്ടോ. കാരണം എനിക്കിത് മെയിൻ പരിപാടിയാണ്. തേയിലൻ്റെ അടുത്തുനിന്ന് ചായ കുടിക്കുക, ഇതൊക്കെ എൻ്റെ ഇഷ്ടമുള്ള പരിപാടികളാണ് കേട്ടോ. തേയില നിറച്ച് തേയില. വേം വരൂ. റമിൻ്റെ കാലുമ്മ അട്ട അടിച്ചിരിക്കുന്നു. അതിൻ്റെ ശേഷം റമിക്ക് വലിയൊരു ഉഷാറ് കാണുന്നില്ല. ഉഷാറായി ഇറങ്ങിയപ്പോൾ ആൾ ഉഷാറായിട്ടാ. നമ്മളെ മെയിൻ സ്പോൺസറാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്താലോ. പിന്നെ പൊതുവെ ഞാൻ കറുത്ത് കാണുന്നുണ്ട് മുത്തേ. താങ്ക് യു. ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് പറഞ്ഞത് നടക്കൂ. റമിയ ഇവിടെ വാ. ഒരു കാര്യം പറഞ്ഞു തരാണ് എനിക്ക്. ഞാൻ ഇതിനെ പറ്റി എനിക്ക് 2 ക്ലാസ് എടുത്ത് തരും. എന്നിട്ടാണ് ബാക്കി ഫോട്ടോസ് ഒക്കെ എടുത്തരാ. ഇജുണ്ടാക്കണ ചായപ്പൊടി ഇല്ലേ, അത് ഇവിടുന്ന് കൊണ്ടുവരുന്നതാണ്. പുതിയ അറിവാടി. ഒരു ചായപ്പൊടി ഇട്ടിട്ട് അല്ലേ? നമ്മളെ കൂടെ വന്ന പകുതി ടീമിനെ കാണാനില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. താങ്ക് യു. സെൽഫി സ്റ്റിക്ക് തന്ന സഹായിച്ച റമീസിനോട് വീട്ടിൽ നമ്മൾ നന്ദി പറയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, ഇങ്ങനെ ഫുൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരട്ടാ. ചെക്കനെ എങ്ങനെ സൂപ്പർ ഒന്നും പറയല്ല. അമേസിങ്. ഞാൻ വീഡിയോ എടുത്തരാം. ഞാൻ നടന്നു പോണൊക്കെ എടുത്തരാം. എൻ്റെ എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുത്തരാം. ഞാൻ ആദ്യം എൻ്റെ വ്ളോഗിനുള്ള കുറച്ചൊക്കെ എടുക്കട്ടെ. എൻ്റെ യൂട്യൂബിൽ കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് സഹായിക്കട്ടെ കേട്ടോ. എന്നിട്ട് എവിടെ എന്തിനാണ് വീഡിയോ എടുക്കാം? വാ നല്ല രസമുണ്ട്. എന്താണ് ബോസെ പറഞ്ഞത്? നമ്മള് വയനാട് ചുരം കയറിക്കണോന്നാ. പിന്നെ നമ്മളിപ്പോ എവിടാ നിക്കണത്? വയനാട് ചുരം കയറി നമ്മളിപ്പോ സൂചിപ്പാറ പോകുന്നിടത്താ നിക്കണത്. അവിടെ പെട്ടെന്ന് തന്നെ ബോധം പോയാ. ഇജ്ജ് റമി അയക്കണ മൂടെ അഭിനയിച്ചാണ് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടം തേയിലത്തോട്ടത്തിന് നടുവ് വന്നിട്ട് ചായ കുടിക്കാൻ. പക്ഷെ ചായ ഇല്ല ഇവിടെ എവിടെയും കിട്ടാൻ. നമ്മളെന്തായാലും ഒരു ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും ചായ കുടിക്കുന്നതായിരിക്കും. നമ്മളെ ഗ്ലാസ് ഇപ്പൊ ഉപകാരപ്പെട്ടു. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടാ അല്ലേ? ഈ നിൽക്കുന്നോടത്ത് വെയിലില്ല. ബോസ് എങ്ങനെയുണ്ട്? ഈ എത്ര പ്രാവശ്യം വയനാട് വന്നിട്ടുണ്ടാവും? 25 വർഷം വന്നിക്കണ്. വട്ടം തന്നെ ഉമ്മാൻ്റെ വീട് ഇവിടെ അല്ലേ? അതെ എടാ എടുക്കല്ലേ, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണ്ട. നിങ്ങളിങ്ങനെ ഫോണിൽ നോക്കി കളിച്ചാൽ നമ്മളെന്താ ചെയ്യാ?
വയനാട് കണ്ട് റെമി കണ്ടേ റെമി ഞങ്ങള് റെമി കണ്ട സന്തോഷത്തിലാണ്. വാടാ വാടാ അന്റെ ഫോട്ടോ എടുക്കണ്ട, നിങ്ങളാരും ഫോട്ടോ എടുക്കണ്ട എന്നിട്ട് ഒരു പറഞ്ഞു എന്നാ വീഡിയോ ഓഫ് ചെയ്ത് തരാം. ഫോട്ടോ എടുത്തരാം. സായി സമാജത്തിന് പോയിരിക്കും. മാൻ ഇവിടുത്തെ ഫോട്ടോ എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ സെറ്റ്. അങ്ങനെ ഓരോരുത്തർക്ക് വീഡിയോ ഫോട്ടോസ് എത്തോണ്ടിരിക്കട്ടെ. ഇവിടെ ഒരാൾ ഷർട്ട് മാറ്റും, പിന്നെ വേറെ ആളിടും. ഇതൊക്കെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ റമിക്കാൻ എന്തിന്റെ കേടാണ്? ഷെയ്ന സെറ്റ് അല്ലേ? ക്യാമറ കാണിക്കാൻ പാടില്ല, ക്യാമറയിൽ കൂടെ കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് കാണിക്കാത്തത്. അടിപൊളി അടിപൊളി എസ്റ്റേറ്റ്. അങ്ങനെ വേണ്ട വീഡിയോ ചെയ്തത്. കാരണം ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയിട്ട് പോകാൻ വേണ്ടി പോകട്ടാ. ഞാൻ പറയണ കേൾക്കണ്ടാവും വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ, സി യു. ഞങ്ങളുടെ അടുത്ത് സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നല്ല മഴ പെയ്തിട്ടാ. അതിമനോഹരമായൊരു വഴിയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതാനും നിമിഷങ്ങൾക്ക് ഞങ്ങളിപ്പോ സൂചിപ്പാറ വാട്ടർഫാൾസിൽ നിന്നായിരിക്കും. റെമിന്റെ ഒക്കെ എല്ലാം തീർന്നിരിക്കണ്ട. റമിയൊക്കെ ഔട്ടായിരിക്കുന്നു. റെമിന്റെ ഒക്കെ ഇത് പോയിരിക്കുന്നു. മൂഡ് ഔട്ടായിരിക്കുന്നു. റിപ്പോർട്ട് ചാനലില് ന്യൂസിലൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇത് വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ എത്തിയിരിക്കടാ. പക്ഷെ നമ്മളത് വൈറലാവൂല, അതാ പ്രശ്നം. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇവിടെ കടയിൽ കയറിയിരിക്കണ്ട. നല്ല പഴയകാല എല്ലാ സാധനങ്ങളുണ്ട് ഇവിടെ. ഇത് അടിപൊളിയാണ്. ഞാൻ ഈ മുട്ടായി മേടിച്ചിട്ടാണ്. ഇവരൊക്കെ ഓരോന്നും ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. എന്താ മേടിച്ചേ? വള്ള ഓരോ സാധനം പണ്ടൊക്കെ ഉണ്ടല്ലേ. ബിസ്ക്കറ്റ് ആണോ? അതാ ഇതേപോലെ തന്നെ അടിപൊളി കേട്ടോ. ഈ സാധനം മുറുക്ക് അടിപൊളിയാണ്. എന്തായാലും ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇവിടെ ഇറങ്ങിയിട്ട് നടക്കാൻ തീരുമാനിച്ചിട്ട് ഞാനും വേറൊരു ചങ്ങ, അവൻ്റെ പേര് മറന്നുപോയി. അമീർ. അപ്പം ഞാനും അവൻ്റെ കൂടെ നടന്നിട്ട് റെമി അവിടത്തേക്ക് വന്നിട്ടാ. അല്ല അങ്ങനെ ചെറിയൊരു വൈബ് അടിച്ചുകൊണ്ട് മഴ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബാക്കി കപ്പിൾ തന്നെ കാണുള്ളൂ. അവർ സത്യം പറഞ്ഞാൽ അവരെ മൂടൊക്കെ പോയിട്ട് അവർക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരെ മൂടെല്ലാം പോയിരിക്കുന്നു. പക്ഷെ നമ്മളങ്ങനല്ല. ഒരു ചേട്ടനത് അങ്ങനെ കമ്പൊക്കെ സെറ്റാക്കി കൊണ്ട് പോകുന്നു. അടിപൊളിയായിട്ടോ, ഒന്നും പറയല്ല. വൈബ് ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ശൈലിപ്പ നായ്ക്കളൊക്കെ വരെ വണ്ടിക്കൽ തുടങ്ങിയിട്ടാ. കരിനായി അതാ ഒരുത്തും പേരൊക്കെ ഒട്ടിച്ചേരുന്നുണ്ട്. നമ്മള് 2 മാല പൊട്ടിച്ചോ? നല്ല ടേസ്റ്റിൽ തന്നെ നോക്കി പൊട്ടിച്ചോ, വലുത് തന്നെ. എങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തത് എവിടെ നിൽക്കണ്ടി? ഷെയ്ന അവിടെ നിൽക്കണ്ടിടാ. അങ്ങനെ നേരം പോലെ ഇരിക്കണ്ടി. അങ്ങോട്ട് നോക്കിക്ക്. ഫോട്ടോജെനിറ്റിക് അല്ലേ ചെയ്യും. നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിരിക്കുന്നുട്ടാ. ഹായ് ബോസ്. അല്ലോ നമ്മളെ ബോസൊക്കെ ഫുള്ള് ട്രെൻഡിലായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതായിരിക്കണേ ഞങ്ങളെ ചെക്കനത് അവിടെ ഇരിക്കുന്നു. ഹലോ ഹായ് ബോസ് എവിടെ? അയ്യോ എല്ലാരും വന്നിങ്ങനെ സെറ്റ് ആയിക്കണ്ട. സൈസ വരുന്നു. സൈസ് ഓ എല്ലാരും നടക്കൂ. അൽത്താ റൂം എങ്ങനെ ഉണ്ട്? അടിപൊളി. എന്താ കാണിച്ചായോ? താങ്ക് യു. എന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. വ്യൂ പോയിന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ. ഇവിടെ ഒരു പൂളുണ്ട്. പൂളതിരിക്കുന്നു. പ്രൈവറ്റ് പൂൾ എന്നാ പറഞ്ഞിട്ടാ. നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിക്കണ്ട്. ഇതായില്ലടാ, പക്ഷെ രസമുണ്ടാവും ഇവിടെ. വായു ഇതാണ് നമ്മളെ റൂം ഇട്ടാ. ഇതിന്റെ ഫോട്ടോ കണ്ടപ്പോൾ സത്യം പറയാല വൈബ് ഉണ്ടായിരുന്നിട്ടാ. ഇനി ഇവിടെ എത്തിയിട്ട് എന്താണ് അവസ്ഥ എന്നൊന്ന് പോയേക്കട്ടെ. ഇവിടെ കുട്ടികൾ കളികളൊക്കെ ഉണ്ട്. വ്യൂ പോയിന്റ് ഉണ്ട്. നടക്കൂ. ഷൂരിട്ടെ എന്നിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്ന്. കയറി വരുമ്പോൾ തന്നെ അടിപൊളിയാണ്. ഇവിടെ റൂമുണ്ട്. അതിന് അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ട പോലെ തന്നെ ഉണ്ട് ഏകദേശം. ഇവിടെ നോക്കട്ടെ. ഇത് അടിപൊളിയല്ലോ. റൂം അടിപൊളി. തുറന്ന
തുറക്ക് മുത്തേ. അയ്യോ അയ്യോ, ആര് പറഞ്ഞു റൂമിന് വ്യൂ ഇല്ലാന്ന്? ഇവിടെ അടിപൊളി വ്യൂ അടിപൊളിയല്ലേ? പൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. എടാ നമ്മള് കട്ടക്കസേര ഇറങ്ങിക്കണ്. അടിപൊളി ഇരുന്നിട്ട് ആസ്വദിക്കുക. എടാ എങ്ങനെയുണ്ട്? ഓരോരുത്തർ അഭിപ്രായങ്ങൾ ചോദിക്കട്ടെ. അഞ്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ടില്ല, ബാക്കി ആംബിയൻസ് കുഴപ്പമില്ലല്ലേ? സെറ്റ്. പൂൾ അടിപൊളി ഉണ്ടാക്കുന്നുള്ളൂടാ. അതാ അവിടെ വലിയ പൂൾ ഉണ്ടാക്കണുള്ളൂ. റെമിന്റെ സന്തോഷക്കാട്. റെമിയുടെ കൂടെ ബാത്റൂമിൽ ഒരാൾ കയറിയിരിക്കുന്നതിന് ബാത്റൂം കാണിച്ചു നിന്ന് അവിടെ തന്നെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇതും അതുപോലെ തന്നെ റൂമുണ്ട് കേട്ടോ. ഇതാ ഇവിടെ റൂമുണ്ട്, ഒരു ബാത്റൂം, അടിപൊളി ബാത്റൂം ഉണ്ട്, നല്ലൊരു മിററുണ്ട്. സെറ്റ്. എന്താ ഇതിനുള്ളിൽ നോക്കട്ടെ, ഉള്ളിൽ തുറന്നു നോക്കട്ടെ. ഒന്നുമേ ഇല്ല. സെറ്റ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണാം. ബൈ ഗൈസ്, ബൈ.